നീ ആണുങ്ങളെ കൂടെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ടെടി. ആണുങ്ങളെ കൂടെ പോയിട്ട് നീ ആടിപ്പാടി കാശ് കൊണ്ടുവരുന്നില്ലേ, അത് ടി വിയിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ നിനക്ക് സ്വന്തമായിട്ട് ഒരാൾ കൊണ്ടു നടക്കാനോ ഒരു തന്തയൊന്നും ഇല്ലാത്ത നീ എങ്ങനെയാണ് ഇതൊക്കെ പോയി നേടുന്നത്? ഈ ഡയലോഗ് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചെയ്ത ടി വി ഷോസിനെ കുറിച്ചിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത്. ഇതെന്താണ് ഈ ഡയലോഗ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാനീ പോയി പല പ്ലാറ്റ്ഫോമുകളിലും എൻ്റെ നാടിൻ്റെ പേര് പറഞ്ഞ് വളരെ അഭിമാനത്തോടുകൂടി ഇറങ്ങി വരുമ്പം അത് ചെയ്യാൻ പറ്റാതെ പോയ ചില ആൾക്കാരുണ്ടല്ലോ. ഞാനൊരിക്കൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്നെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകൾ. അതേ ആളുകൾക്ക് അവർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മോശം രൂപത്തിൽ ചിത്രീകരിക്കാമെന്നൊരു ചിന്താഗതിയുണ്ട്. ആ ഒരു ചിന്താഗതിയിൽ നിന്നും അവരെന്നോട് ചോദിക്കുന്ന ഡയലോഗാണ്. ഈ ഒരു ഡയലോഗ് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആൾക്കാരുടെ മധ്യത്തിൽ വെച്ച് കേൾക്കുമ്പോൾ, പൊതുജന മധ്യത്തിൽ കേൾക്കുന്ന സമയത്ത് വേറെ ഏതൊരാളാണെങ്കിലും എൻ്റെ സ്ഥാനത്ത് ഒരു പ്രാവശ്യം ഒന്ന് പതറിയിട്ട് അങ്ങ് പോയി മരിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ന് ചിന്തിക്കും. പക്ഷേ ഞാൻ കൊച്ചിലേ തൊട്ട് ഇതേ ആൾക്കാർക്കിടയിൽ ജീവിച്ച് തരണം ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എന്നെ അത് ബാധിക്കില്ല. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് കുറേ നേരത്തേക്ക് സങ്കടം വരും, പോയിരുന്ന് കരയും. നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി സാധാരണക്കാരെ ഒരാളെ എൻ്റെ നാടിൻ്റെ പേര് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ പോയി നിന്നിട്ട് തിരികെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അവിടെ എനിക്ക് ഹോസ്റ്റായിട്ട് വരുന്ന ചിലപ്പോൾ ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, ചോദ്യങ്ങൾ ചോദിക്കും, അതിലേക്ക് കമൻറ്റ് പറയും, ജീവിതകാര്യങ്ങൾ പറയും, ചിരിക്കും, സന്തോഷിക്കും. അത് കഴിയുമ്പോൾ നമ്മളൊക്കെ പിന്നെ അതുമായിട്ടൊരു ബന്ധവുമില്ല. ഓരോ സാധാ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോസ് വന്നിട്ട് അവരൊക്കെ അവിടെ എത്തുമ്പോൾ പറയുന്നൊരു കാര്യം, ഞങ്ങളെ ദ്രോഹിച്ച ആളുകളൊക്കെ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ എത്തി, അത് ഞങ്ങളെ വിജയം എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ ഡയലോഗ് പറഞ്ഞ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും, പിന്നെ അവരുടെ പിടിച്ചു പറ്റി ഇങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളവരും, പിന്നെ അതിന് ശേഷം നമ്മുടെ പള്ളിയിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതേ ആൾക്കാർ കൊടുക്കുന്ന കൈമടക്കം വാങ്ങിച്ച് ജീവിക്കുന്ന പള്ളി സെക്രട്ടറി നിസാർ, പഴയ നിസാർ, പിന്നെ പ്രസിഡൻറ്റ് ഷാഫി, അവിടുത്തെ ഉസ്താദ് അയ്യൂബ്, അതിനുശേഷം അവിടെ തന്നെയുള്ള ഒരു പോലീസ്, ഷാഡോ പോലീസിൽ ജോലി ചെയ്യുന്ന സാബു എന്ന് പറയുന്ന ഒരുത്തൻ, അത് കൂടാണ്ട് ഈ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പരാതികൾ നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തിട്ട് സ്വീകരിക്കാതെ ഇവരുടെ കൈക്കൂലി വാങ്ങിച്ച് ജീവിക്കുന്ന കുറേ പോലീസുകാരും. ഇത്രയും ആളുകൾക്കാണ് ഞാൻ വളരെ നല്ല രൂപത്തിൽ ചെയ്ത ഒരു കാര്യത്തിന് ഇത്രയും മോശം രൂപത്തിലേക്ക് ചിത്രീകരിക്കുക ഇതേ ഡയലോഗ് എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ അവർക്കൊരു മറുപടിയും കൂടെ നിങ്ങളോട് പറയാം. എല്ലാം ഉള്ള നിങ്ങളെ ഞാൻ തടഞ്ഞു വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ എത്തും മുന്നേ, നിങ്ങളിൽ ഒരാൾ അവിടെ എത്തും മുന്നേ, ഈ നാട്ടിലൊരാൾ അവിടെ എത്തും മുന്നേ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ്. ഈ ലോകം മൊത്തം എന്നെ ഒരുമിച്ച് കൈയടിച്ച കാര്യങ്ങളെയാണ് നിങ്ങൾ ഈ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം നിങ്ങളെന്ന് പറയുന്ന ആൾക്കാർ എത്രത്തോളം മാനസികമായി വൃത്തികെട്ട ചിന്താഗതി ഉള്ളവരാണെന്നുള്ളതാണ് അതിലൂടെ തെളിയിക്കപ്പെടുന്നത്. ഇനി ഇതുപോലത്തെ അവസരങ്ങളിൽ ഞാൻ പോവും, നിങ്ങളിൽ നിന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പരസ്യപ്പെടുത്തുകയും ചെയ്യും. കൂടാണ്ട് നിങ്ങളെ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെങ്കിലും കെട്ടിയിട്ട് അടിക്കണം ഈ പറഞ്ഞ ഡയലോഗിന്. ആ ദിവസം വരെ ഞാൻ ഇനി ഒരിക്കലും ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്നു എന്ന്, നിങ്ങൾ ഉൾപ്പെടുന്ന ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്നു പറയുമ്പോൾ എനിക്കൊരു അപമാനം തലയിലെടുത്ത് വെക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ തരാതെ പോയ അടി ഒന്നിപ്പടിക്കുന്ന ഒരു കുട്ടിയായാലും നിങ്ങൾക്ക് തരുന്ന ദിവസം വരെയും ഞാൻ ഒരിക്കലും ഈ ജില്ലയെ ഇനി പ്രതിനിധീകരിച്ച് ഒരു സ്റ്റേജിലും ഞാൻ ഇനി പോയി പെർഫോം ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറുപടി. ഇതേ കാര്യങ്ങൾ എന്നോട് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് ഈ നിസാർ എന്ന് പറയുന്ന ആളാണ്. ഇതേത് സമയത്താണ് എന്നോടിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ ഇവരൊക്കെ ചേർന്നിട്ട് കുറച്ച് സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിൽ മോശമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്ന സമയത്താണ് എന്ത് പറഞ്ഞാലും ഈ ഡയലോഗ് തന്നെ ആവർത്തിച്ച് കൊണ്ടേയിരിക്കണം. ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഒരു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഒരു മാരേജ് ഒന്നും കഴിയാത്തൊരു പെങ്കൊച്ചിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് ഏത് തരത്തിലാണ് പോയി ബാധിക്കുക എന്നുള്ളതൊന്നും ഈ പറയുന്ന ആളുകൾക്ക് മൈൻഡിൽ ഇല്ലാത്തതല്ല. അവരുടെ ആരും അല്ലല്ലോ, പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾക്ക് കിട്ടാത്തതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതും ചെയ്യുന്നവർ മോശക്കാരായിരിക്കണം. ഞങ്ങളെക്കാൾ മുകളിലേക്കാരും എത്താൻ പാടില്ല എന്നൊരു ചിന്താഗതി. പള്ളിയിലല്ല, അമ്പലത്തിലല്ല, എവിടെ ഇരുന്നിട്ടോ, എത്ര ഹജ്ജ് ചെയ്തിട്ടോ, എത്ര ഉംറ ചെയ്തിട്ടോ, എത്ര മുസ്ലിയാരെന്ന് പറഞ്ഞിട്ടോ, എന്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഈ ഒരു ചിന്താഗതിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഇതേ ഡയലോഗ് ഒന്ന് സാവകാശത്തിൽ പറഞ്ഞു നോക്ക്. നിനക്ക് തന്തയിലൂടെ, നിന്നെ കൊണ്ടുടക്കാരിലൂടെ, നിനക്കൊരു കക്കൂസ് പോലും ഇല്ലാതെ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതായത് ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ല, ഞങ്ങൾ അടിയിൽ കിടക്കണം. നീയൊക്കെ ആണുങ്ങളുമായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. നമ്മളൊരാളടുത്ത് സംസാരിക്കുകയോ ഒരു ജോലിയുടെ പരമായി ഒരാൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഇവരതിനകത്ത് മോശം കാര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇതേ പ്രോഗ്രാം തന്നെ 1 മണിക്കൂറിന് കാണുമ്പോൾ എന്തെല്ലാം രൂപത്തിലായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിലൂടെ ചിന്താഗതി പോകുന്നതെന്ന് ആലോചിച്ച് നോക്ക്.
എത്ര മോശത്തിലായിരിക്കും. എന്നെപ്പോലെ ഓരോ സാധാരണ കൊച്ചുങ്ങളും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇവരൊക്കെ പറയുന്ന ഡയലോഗ്സ് വീട്ടിലിരുന്നിട്ട് ഇവരുടെ മക്കളെ കൊണ്ടൊന്നിനും ചെയ്യാൻ കഴിയില്ലെന്നുള്ളതിന് അവർക്കൊരു പ്രശ്നവുമില്ല. അതവിടെ കിടന്നോട്ടെ. പക്ഷേ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? അവർക്ക് ഇഷ്ടമില്ലാതെ ആരും ഉയർന്നു വരാൻ പാടില്ല, നല്ലത് ചെയ്യാൻ പാടില്ല, അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ആരും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് തൻ്റെ മക്കളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുമ്പോൾ ആ കൊച്ചുങ്ങളെ അങ്ങ് ഇല്ലാതാവണമെന്ന് പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ തൻ്റെ മക്കൾ ഒന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെക്കാൾ മുന്നിൽ എത്തണമെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്. ആ കുട്ടി അങ്ങ് ഇല്ലാതാവണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റാതാവണം, അവരങ്ങ് നശിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ വീണ്ടും 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 അവരുടെ തലമുറ ഉണ്ടാകും തോറും അവരൊക്കെ ഇതിനേക്കാൾ മോശം ചിന്താഗതിയായിട്ടല്ലേ വളർന്നു വരുത്തുള്ളൂ. ഇത് കേട്ട് കേട്ട് വളരുന്നില്ല ഇവരുടെ മക്കളെന്ന് പറയുന്നത്. ഇതേ ഡയലോഗ്സ് തന്നെ ഇവരുടെ വീട്ടിലെ പല വീട്ടിലെയും ചെറിയ പിള്ളേർ വരെ എൻ്റെ നേരെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടല്ലേ ഇതൊക്കെ വളർന്നു വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ദ്രോഹിച്ച ആൾക്കാർ, എൻ്റെ സമയം നഷ്ടപ്പെടുത്തിയ ആൾക്കാരെ ഞാൻ എൻ്റെ ശത്രുക്കളെന്ന് തന്നെ പറയത്തുള്ളൂ. ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കില്ല. ഒരു മാപ്പ് ഒരു കാര്യവും ഞാൻ അവർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കില്ല. ആ ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ എത്ര മോശം പ്രവൃത്തി ചെയ്തു, അതിനുശേഷം വീണ്ടും 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 വാക്കുകൾ കൊണ്ടിട്ട് അവർ വിചാരിക്കണത് ഇങ്ങനെ പറഞ്ഞ് മോശമായിട്ട് ചിത്രീകരിക്കും, പോയി ആത്മഹത്യ ചെയ്യും, മാനസികമായി തകരുമ്പം പോയി മരിക്കുമില്ല. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഞാൻ അങ്ങനെ മരിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു കയറണം, എന്നിട്ട് എൻ്റെ ജീവിതകഥ എനിക്ക് പറയണം. ഇനിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് പറയും. അവർക്ക് വേദനിക്കുമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് വേദനിച്ചതിന് വിലയൊന്നുമില്ലേ? അവർക്കെങ്ങനെ അത് വേദനയാവണം? അവർ ചെയ്ത ഒരു തെറ്റിന് ഞാനത് കറക്റ്റായിട്ട് പറയുമ്പോൾ അവർക്കത് വേദനയാവുന്നത് എങ്ങനെയാണ്?